ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് പൊറോട്ട അടിക്കാൻ പോവാണ്. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് പൊറോട്ട അടിക്കാൻ പോവാണ്. ആരാണ് നമ്മുടെ കൂടെ പൊറോട്ട അടിക്കണേന്ന്? എന്താ പരിപാടി? പൊറോട്ട ചിക്കൻ കറി. എന്നെ പഠിപ്പിക്കും പൊറോട്ട അടിക്കാൻ. ഇതെന്തോരും മൈദ എടുത്തേക്കണേ? സാധാരണ മൈദ. ആ, മൈദ. പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെ ചേർക്കണം? കണ്ടസ്റ്റന്റ് മിൽക്ക്. ആ, റിയലി? എന്തോരു? ഒരു സ്പൂൺ. ആ, ഓക്കെ. പിന്നെ ഉപ്പ്, മുട്ട. ആ, പിന്നെ ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് സോഡാപ്പൊടി. തണുപ്പ് സമയമാണെങ്കിൽ ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റ് ഒരുപാട് ചേർക്കരുത്, ഒരുപാട് ഇനി എത്ര നേരം നമ്മൾ വെക്കും ഇത് റെസ്റ്റ് ചെയ്യാൻ? ഇതിപ്പോ ടൈം അനുസരിച്ച് തണുപ്പായതുകൊണ്ട് കുറച്ച് ഒരു മണിക്കൂർ വെച്ചേക്കാം. 1 മണിക്കൂർ വെക്കണം അല്ലേ? പിന്നെ അത് കുറെ നേരം കുഴച്ച് വെച്ചിട്ട് നനഞ്ഞൊരു തുണി വെച്ച് മൂടി എണ്ണയൊക്കെ പുരട്ടി വെച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് ചെറിയ ബോൾ പിടിക്കണം. ബോൾ പിടിച്ച് 1/2 മണിക്കൂർ. ഇത് കാലാവസ്ഥ അനുസരിച്ചാണ്. അപ്പൊ ഇപ്പൊ നമ്മളിത് എന്ത് ചെയ്യാൻ പോവാ? ഇപ്പം കുഴച്ച് എണ്ണ വെട്ടി വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി വന്നിട്ട് ബോൾ പിടിക്കും. ബോൾ പിടിച്ച് പിന്നെ നമ്മൾ പൈസ സൗകര്യം പോലെ പിന്നെ എടുത്ത് ഇങ്ങനെ വീശി കയറ്റി ചുട്ട് നമുക്ക് തിന്നാം. ബാക്കി 2 എണ്ണം ഇത് ഇങ്ങനെ കണ്ടിച്ചിട്ട് ഇതേപോലെ എടുക്കണം. മുന്നൂസേ, കണ്ടോ ഉപ്പുണ്ടാക്കണേ? നിനക്ക് പിടിക്കണമെങ്കിൽ കൈ കിട്ടുക. പൊറോട്ട അടിക്കാൻ പഠിക്കാം. അപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് ഇപ്പൊ എങ്ങാനും പോകേണ്ടി വന്നാലും പൊറോട്ട അടിച്ചാലും ജീവിക്കാലോ. അല്ല ഉപ്പ? പിന്നല്ല. അല്ല മിന്നു, മിന്നുവിന് ഇഷ്ടാണോ? നിങ്ങൾക്ക് അവിടെ പിന്നെ ചാൻസ് ആണല്ലോ ഇത് ചെയ്യണമെന്നില്ല. സൂപ്പർ. ഇതിന് വീശിട്ട് 2 ആക്കി 2 പൊറോട്ട. വീശണതാണ് എനിക്ക് പഠിക്കണ്ടേ. അതാ പണി അല്ലേ? ഇത് പിന്നെ ഇതെങ്ങനെ ചെയ്താൽ മതി. കുഴപ്പം എങ്ങനെയെങ്കിലും പഠിച്ച് ഇച്ചിരി വെക്കുമ്പോൾ സെറ്റ് ആയിക്കോളും. ഇങ്ങനെ ഉണ്ടാക്കും. പിടിക്കണമെന്നും വലിയ ഇതാവുന്നൊന്നുമില്ല. ഇച്ചിരി എങ്ങനെ ആയാലും പിടിച്ചു വെച്ചാൽ മതി. പക്ഷെ കണ്ടസ്റ്റന്റ് മിൽക്ക് ഒന്നും ചേർക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും ചേർക്കും. അതാ എനിക്ക് തോന്നിയിട്ടില്ല. അതെ, അവൾക്ക് വേണത് കുറച്ച്. കഴിക്കാനോ? കഴിക്കരുത്, വയറുവേദന എടുക്കും. കളിക്കാൻ. ഓക്കെ. ഗോതമ്പ് ഞങ്ങളുടെ അടുത്ത് മില്ലുണ്ട്, റൂബി മൈദ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് ഫാക്ടറി ഉണ്ട്. അവിടെ ഏറ്റവും മുകളിലെ ടാങ്കില് ഗോതമ്പ് വെള്ളത്തിൽ ഇട്ടിട്ടേക്കുക. കുറെ ദിവസം കൊണ്ട് അങ്ങനെ കിടക്കും. ഭയങ്കര മെല്ലൊക്കെ വെള്ളം. അത് ആദ്യം കഴുകി ഉണക്കി ആദ്യം വരുന്ന സൂചി ഗോതമ്പ്. രണ്ടാമത് വരുന്നത് റവ. മൂന്നാമത് വരുന്നത് ഗോതമ്പ് പൊടി. 4ാമത് വരുന്നത് വേസ്റ്റ്. 4 ഇതാണ്. ആദ്യം സൂചി ഗോതമ്പ് എടുക്കുന്നത്, അത് കഴിഞ്ഞാൽ റവ എടുക്കുന്നത്, അത് കഴിഞ്ഞ് മൈദ എടുക്കും. ഇങ്ങനെ വെക്കും. സൺഫ്ലവർ ഓയിലാണോ? അത് വെളിച്ചെണ്ണ ആകുമ്പോ ഇച്ചിരി ടൈറ്റ് ആവും. നാട്ടിലൊക്കെ പാം ഓയില. നാട്ടില് പാം ഓയില്, ഇവിടെ വെളിച്ചെണ്ണ. സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണ യൂസ് ചെയ്യത്തില്ലല്ലോ. അത് ഇങ്ങനെ കനച്ച ചുവ വരത്തില്ലേ? കുഴപ്പമില്ല, ഇച്ചിരി ടൈറ്റ് ആവും. വെളിച്ചെണ്ണ ടൈറ്റ് ആണ്. ശരിയാ. ഡാൽഡ ചേർക്കും. ഡാൽഡ ചൂടാതെ എടുത്ത് ടേസ്റ്റിന് വേണ്ടി. പക്ഷെ ഡാൽഡയൊക്കെ ഹെൽത്തിന് നല്ലല്ലോ. അത് അങ്ങനെ ഒരുപാട് കോരി ഒഴിക്കത്തില്ല. വീട്ടില് നമ്മള് യൂസ് ചെയ്യത്തില്ല. തൊട്ട് തൂത്ത് അങ്ങനെയൊക്കെ വേണം, കോരി ഒഴിക്കത്തില്ല. ഫാസ്റ്റ് അല്ലേ ഉമ്മ? പൊറോട്ട പണി മാത്രം പഠിച്ചില്ല. ഉമ്മാക്ക് ബാക്കിയെല്ലാം അറിയാമോ? ഇതെന്തിനാ വന്നേ? എന്താ വേണ്ടേ? എക്സ്ക്യൂസ് മീ മാഡം, ഇങ്ങോട്ട് നോക്കൂ. എന്താ വേണ്ടേ? ഇതെടുത്ത് കഴിച്ചു. ഉമ്മ വെച്ചേക്കുന്ന എന്താ വേണ്ട നോക്ക. അതെന്തുവാ? പൊറോട്ട അടിക്കുവാണോട്ട്?
പൊറോട്ട അടിക്കണോ? കൊള്ളാലോ. ചായ ചായ അക്കോമഡേഷൻ ആക്കാം. അക്കോമഡേഷൻ, ഫുഡ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ചെയ്താൽ ഇത് നല്ലോണം വിരിഞ്ഞു വരും. ചൂട് സമയമാണെങ്കിൽ തണുപ്പായിട്ട് പൊങ്ങാത്ത ശരിക്കും പുളിക്കുന്നില്ല. അത് നേരത്തെ കുറച്ച് വെച്ചതാ, 3 മണിക്ക് മുമ്പ് എടുത്ത് വെച്ചതാ. പൈസ പോലെ നമ്മൾ ചുട്ടെടുക്കും അല്ലേ? ചുട്ടെടുക്കും. ഗ്ലാസ് ഇങ്ങനെ ആക്കൂലേ? അതിപ്പോഴല്ലോ. ഒന്നുകൂടെ അടിക്കോപ്പാ? 1 2 അടിക്കാം. എണ്ണ അടിക്കാറില്ല, പൊറോട്ട അടിക്കാറില്ല. അപ്പൊ നല്ല നൂല് പോലെ ഇങ്ങനെ പതിപ്പതന്ന് വരും അല്ലേ? നല്ല സൂട് പൊറോട്ട, സൂട് പൊറോട്ട. പുള്ളിങ്ങനെ പച്ചക്കറി കാണിച്ചേ. എങ്ങനെയുണ്ട് പൊറോട്ട സാർ? സൂപ്പർ, നല്ല പൊറോട്ട, സൂപ്പർ ആയിട്ട്, നല്ല സൂപ്പർ. ചിക്കൻ കറി ആയിരുന്നു ടേസ്റ്റ് ആയിരുന്നു. ആണോ? ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്നും എടുത്തില്ല. നമ്മളെ പഠിച്ച പൊറോട്ട ഞാനും അടിച്ചു. നമ്മളെ വിഷയം